ഒരു രക്ഷയില്ലാതെ മഴയാട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തുടങ്ങിയൊരു മഴയായിരുന്നു കേട്ടോ. നല്ല തണുപ്പൂടി ആയിട്ട് മഴ പെയ്തോടുകൂടി പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ നിരത്തിയിടാനായിരുന്നു. വേറെ എവിടെയാണ് നമ്മൾ സിറ്റ് ഔട്ട് തന്നെ ഒന്ന് നിരത്തിയിടണം. അപ്പോൾ ഇന്നലെ വൈകിട്ട് പറിച്ചിടണം. അപ്പോൾ ഇന്നലെ വൈകിട്ട് ടൈം കിട്ടാത്തതുകൊണ്ട് നന്നായിട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതാ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലായിട്ട് നമ്മുടെ ഹൈഡ്രാഞ്ചി പൂത്ത് നിൽക്കുന്നത്. ഒരുപാട് ഫ്ലവർ ഇങ്ങനെ കൊണ്ടായിട്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഈ അടുത്തുനിന്ന് പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൂൺ ചെയ്ത് വിട്ടതോടുകൂടി നല്ല തളരൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരികയാണ് നമ്മുടെ എല്ലാ ഹൈഡ്രാഞ്ചിയും. പിന്നെ ഹൈഡ്രാഞ്ചിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഡോഗ്സ് അവിടെ ഉണ്ടല്ലോ, അവർ നമ്മളിങ്ങനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നും നോക്കിയില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇതാ ഇപ്പോഴാട്ടോ കിട്ടിയത്, മഴയൊക്കെ ഒന്ന് തോന്നുന്നത്. അപ്പോൾ ഒന്ന് അയച്ചു വിട്ടിരിക്കുകയാണേ. രാവിലെ അങ്ങനെ അയച്ചു വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വേറെ നല്ല മഴയായിരുന്നില്ല. അപ്പോൾ അവരയച്ചു വിട്ട ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് അവരുടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓസൊക്കെ ഒന്ന് ജോയിൻ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഓസ് ഇതാ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട് കഴുകാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളറിലുള്ള ഓസ് ആ ഒരു വെള്ളം വരുന്ന ഓസിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് വലിച്ചെടുക്കാണ്ട്. അപ്പോൾ ഒക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇവർ കുറച്ച് കളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർ രണ്ടുപേരുടെ ഗാർഡനിൽ നല്ല കളിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രായം കുറഞ്ഞ ആളെന്ന് പറയുന്നത് നമ്മുടെ ഡോഗ്സിൻ്റെ കൂട്ടത്തിൽ ലൈക്കാണ്. ആൾക്ക് ആ ഒരു പ്രായം കുറഞ്ഞുകൊണ്ട് നല്ല കുട്ടിക്കളിയാട്ടോ, തുള്ളി ചാടിയും കൊണ്ടാണ് എപ്പോഴും. അപ്പോൾ ഇതാ പുല്ലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആളാട്ടോ ലൈക്ക. എപ്പോൾ നോക്കിയാലും കളിയാണ്, തുള്ളിച്ചാടിക്കൊണ്ട് തന്നെയാണ്. നോക്കി അതിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ സ്ഥലം ഉണ്ടാക്കിയിട്ട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കളിയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിൽക്കുക എന്ത് രസമാണ്. നമ്മുടെ മനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഹാപ്പിനെസ് തരാനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതാ അയച്ചു വിട്ട ആ ഒരു ഗ്യാപ്പിൽ തന്നെ അവർക്ക് ഫുഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, മറ്റാളതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മഴയൊന്നും ഇല്ലാത്തൊരു ടൈമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ അയച്ചു വിടാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ എപ്പോഴും അയച്ചു വിടാൻ വേണ്ടി പറ്റുന്നില്ല. മഴ ഒഴിയുന്ന ഒരു ഗ്യാപ്പിൽ മാത്രമേ അയച്ചു വിടാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇവരുടെ സ്കിന്നൊക്കെ നല്ല സെൻസിറ്റീവും നല്ല സോഫ്റ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു അട്ടയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അട്ടയൊക്കെ എപ്പോഴും കടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ട് ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്താൽ പോലും ഇവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. മഴ ഒഴിവിന് അയച്ചു വിടുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണല്ലോ. അപ്പോൾ അയച്ചു വിട്ടിട്ട് സന്തോഷത്തിൽ നോക്കി ഫുഡൊക്കെ കഴിച്ചതാ വീണ്ടും ഒന്ന് കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും അവർ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കട്ടെ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അവരുടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ വെള്ളം ആയാലും നല്ല ഫോഴ്സിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയാൽ മതി, നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആവണിക്കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ആവണിക്കുട്ടീൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാലേ ആവണിക്കുട്ടി ആവണിക്കുട്ടിയുടെ അച്ഛൻ വന്ന സന്തോഷത്തിലാണ്. അപ്പോൾ ആവണിക്കുട്ടി ഇനിയിപ്പോൾ റൂമിലോ ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഏട്ടൻ വരുമ്പോൾ വണ്ടിയുടെ ഓൺ അടിക്കാറുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയുടെ ഓണടി കേൾക്കുമ്പോൾ തന്നെ ആൾ ഓടി സ്റ്റൗട്ടിലേക്ക് പോകും. എങ്ങനെ ആൾക്കത് മനസ്സിലാവുന്നോ എന്തോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു റോഡ് സൈഡിലായതുകൊണ്ട് ഒരുപാട് വണ്ടികൾ കൂടെ പോകാറുണ്ട്. പക്ഷേ അതൊന്നും ആൾ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. ഗൈസ്, നിങ്ങളുടെ പിള്ളേരും ഇങ്ങനെ തന്നെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.